നിങ്ങൾക്കൊരു വീടും പറമ്പും ഇല്ല, അത് എന്റെ പേരിൽ എഴുതരും. കണ്ണനും ലക്ഷ്മിയും വിചാരിക്കണം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി പുതിയ പ്രമോല് നമ്മുടെ ഉണ്ണി രണ്ടും കൽപ്പിച്ച് നമ്മുടെ കരുണയുടെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് മുത്തശ്ശീനെ കണ്ടിട്ട് പറയുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി നമ്മുടെ ഉണ്ണീനെ കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട്, മോനെ മോനെന്റെ കൊച്ചുമോളെ എന്താ പറയാ ഉപേക്ഷിക്കരുത്, നീ അവളെ കൊണ്ടുപോകണം, അവളെ കൊണ്ടുപോകാൻ നിനക്ക് ഞാൻ എന്ത് വേണേലും തരാം എന്നൊക്കെ പറയുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ഉണ്ണിയുടെ മനസ്സിലെ ആ സ്വത്ത് മോഹി അങ്ങോട്ട് പുറത്തോട്ട് ചാടിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ പേരിൽ ഒരു വീടും സ്ഥലവും ഇല്ലേ, അതെന്റെ പേരിൽ എഴുതി തന്നെ എന്ന് നമ്മുടെ ഉണ്ണി പറയുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ മുത്തശ്ശിക്ക് കാര്യം മനസ്സിലായി, ഇവന് വേറെ ഉദ്ദേശമാണ്, അല്ലാണ്ട് കരുണയെ കിട്ടാൻ മാത്രമല്ല ഇവന്റെ ഉദ്ദേശമൊക്കെ വേറെയാണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ തന്നെ നമ്മുടെ മുത്തശ്ശി വന്ന് കരുണയുടെ അടുത്ത് പറയുന്നുണ്ട്, മോൾക്ക് കമലേശ്വരം വീട്ടിലേക്ക് കയറാൻ മഹാലക്ഷ്മിയും കണ്ണനും തന്നെ എന്താ പറയാ വിചാരിക്കണം, നീ അവരോട് പോയി മാപ്പ് പറ എന്ന് പറയുകയാണ്. അങ്ങനെ തന്നെ നമ്മുടെ കരുണ മഹാലക്ഷ്മിയെ കാണാൻ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു രംഗങ്ങളാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ മഹാലക്ഷ്മി ആണെങ്കിൽ കരുണേനെ കാണുമ്പോൾ തന്നെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ദൈവമേ, കുഞ്ഞിനെ എന്നെയോ വീണ്ടും വല്ലതും ചെയ്യാൻ വേണ്ടി വരികയാണോ എന്നും ഓർത്തിട്ട് ഇനി കരുണയുടെ അവിടെ വന്നിട്ടുള്ള നാടകം എങ്ങനെയായിരിക്കും, മഹാലക്ഷ്മി ആ നാടകത്തിന് മുന്നിൽ വീഴുമോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടതല്ലേ. കാത്തിരിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.